അസ്സലാമു അലൈക്കും, നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5 സെൻറ്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന 2 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള 1100 സ്ക്വയർ ഫീറ്റിൽ വരുന്ന താമസിക്കാത്ത ഒരു പുതിയ വീട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇനി വെള്ളത്തിനായിട്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ കുഴൽ കിണർ കണക്ഷനാണുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ മുറ്റം, ഇതാണ് ഇതിലേക്കുള്ള വഴി. മുറ്റം അതുപോലെ തന്നെ ഈ വഴിയൊക്കെ ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് പതിച്ചിട്ടുണ്ട്. ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ 2 വീടുകളാണുള്ളത്. അടിഭാഗത്ത് വേറൊരു വീടുണ്ട്. അപ്പോൾ ഈ വഴി ഇതുവരെ ഉള്ളത് 2 കൂട്ടർക്കും കൂടെയുള്ള വഴിയാണ്. ഇത് ഏകദേശം 6 സെൻറ്റ് ഉണ്ടോ ഈ നീല പെയിൻ്റ് അടിച്ചുള്ള വീട്. മുകളിലത്തെ ഏകദേശം ഒരു 5.25 സെൻറ്റ് സ്ഥലമുള്ളത്. അപ്പോൾ നമ്മൾ 2 സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും. ഇനി ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ അടിഭാഗത്തുള്ള അതേ വീടിൻ്റെ വീഡിയോ വരും ദിവസങ്ങളിൽ നമ്മൾ ചാനലിലൂടെ പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഇത് ഏകദേശം 5.25 സെൻറ്റ് സ്ഥലമുള്ളത്. നല്ലൊരു അടിപൊളി സ്ഥലം കേട്ടോ. നിരപ്പായിട്ടുള്ള ചുറ്റും നിറയെ വീടുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയിൽ ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു ഏരിയയാണ്. 1100 സ്ക്വയർ ഫീറ്റ്. അപ്പോൾ ഇതിൽ ഈ ഭാഗത്ത് ഇവിടെ ഒരു ബോക്സ് ടൈപ്പിൽ ലുക്കിലുള്ള ഒരു പോർച്ച് വരുന്നുണ്ട്. സൈഡിൽ ഇവിടെ ഇതുപോലുള്ള പർഗോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സൗകര്യങ്ങളുണ്ട് വീട്. അപ്പോൾ മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എത്രയാണ് വില വരുന്നത്, ഇത് മാറ്റമൊക്കെ സ്വീകരിക്കും. അപ്പോൾ അതെല്ലാം വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട്. പുതിയ വീടാട്ടോ, താമസിക്കാത്ത വീടാണ്. ചുറ്റും കോമ്പൗണ്ട് വാൾ, തൊട്ടടുത്തൊക്കെ നിരവധി വീടുകൾ. വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പ് ഇത് വരുന്ന ഭാഗത്ത് 2 ഭാഗത്ത് ഇവിടെ ഇതുപോലുള്ളൊരു ഗാർഡൻ പോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തൊക്കെ ഒരുപാട് LED ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി സിറ്റ് ഔട്ടിൻ്റെ ചുമരിൽ ഇതുപോലെ നല്ല ബ്രിക്ക് ഡിസൈനിലുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഫ്ലോറിംഗ് മുഴുവനായിട്ട് 4x2 സൈസിലുള്ള സെറാമിക് ടൈല്. ഇതാണ് മെയിൻ ഡോറ് ഡബിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. റൂമുകളൊക്കെ സൈസുണ്ട്. ആവറേജ് നല്ല സൈസുള്ള റൂമാണ്. നല്ല ലെങ്തി ആയിട്ടുള്ള വലിയൊരു ഹാളാണ്. ഹാളിൽ നിന്ന് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. 2 ബെഡ്റൂം വരുന്നുണ്ട് ഈ വീട്ടിൽ. അതിലൊരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡാണ്. അത് കൂടാണ്ട് കോമൺ ബാത്റൂം, വലിയ ഹാള്, കിച്ചൺ, ഇത്രയും ഫെസിലിറ്റിയാണ് ഈ വീട്ടിലുള്ളത്. ഇതുണ്ടോ, ഫ്ലോറിംഗ് ഒക്കെ നല്ല മാർബിൾ ലുക്കിലുള്ള വലിയ ടൈലാണ്. 4x2 സൈസിലുള്ള സെറാമിക് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ഹാളിൽ ഇവിടെ നല്ലൊരു ബോക്സ് ലുക്കിലുള്ള വാഷ് കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചുമരിൽ നല്ല രീതിയിലുള്ള ഷോക്കേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹാളിൽ നിന്ന് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റെയറിൻ്റെ സ്റ്റെപ്പ് വരുന്ന ഭാഗം, ചവിട്ടുന്ന ഭാഗത്ത് ഗ്രാനൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് കോണിക്കൂട്ടിൽ പർഗോള സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ട്, നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിൽ മുകൾ ഭാഗത്തും അതുപോലെ തന്നെ ഈ സൈഡിലും ഇവിടെ ഒക്കെ ആയിട്ട് പർഗോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ ഫുള്ള് ഹാൻഡ് റെയിൽ ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അടിഭാഗത്തായിട്ടൊരു കോമൺ ബാത്റൂം, ചുമര് മുഴുവനായിട്ട് നല്ല ഡിജിറ്റൽ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റാണ് അതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത്. റൂം 10x11 സൈസിൽ വരുന്ന ബെഡ്റൂമാണ്. 2 ഭാഗവും വിൻഡോസൊക്കെ കൊടുത്തിട്ടുണ്ട്. ജനൽ കട്ടില അതുപോലെ തന്നെ പൊളികളൊക്കെ നല്ല മരം വെച്ചിട്ടാണോ ചെയ്തിട്ടുള്ളത്, റെഡിമെയ്ഡ് ഒന്നുമല്ല. അതുപോലെ തന്നെ ചുമരിൽ ഈ ഭാഗത്തായിട്ട് നല്ലൊരു അലമാരയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് റാക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീട് കേട്ടോ. വലിയ സ്ക്രാച്ചോ പൊട്ടോ പൊളിയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. താമസിക്കാത്ത പുതിയ വീടാണ്. നമ്മൾക്ക് ഇനിയിപ്പോൾ വേറെ പണികളൊന്നും നമ്മൾക്ക് ചെയ്യാനില്ല. എല്ലാം A to Z വർക്ക് ഫുള്ളായിട്ടുള്ളതാണ്. നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇവിടെ മറ്റൊരു ബെഡ്റൂം. ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ നല്ല ലെങ്തി ആയിട്ടുള്ള ഒറ്റക്കള്ളിയുടെ 2 വിൻഡോസാണ് കൊടുത്തിട്ടുള്ളത്. ബെഡ്റൂമുകൾ 2ഉം ഏകദേശം ഒരേ സൈസിൽ തന്നെയാണ് വരുന്നത്. മുകൾ ഭാഗത്ത് റാക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗത്തായിട്ടൂടെ സ്റ്റോറേജ് അലമാരിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്തോടൊക്കെ നല്ല ഫാൻസി ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡാണ്. ചുമരിലൊക്കെ ഫുള്ളായിട്ട് നല്ല ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. യൂറോപ്യൻ ക്ലോസറ്റൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഷവർ കാര്യങ്ങൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാണ് കിച്ചൺ വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു കിച്ചൺ കേട്ടോ. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. കിച്ചൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് മാറ്റ് ടൈലാണ്. നല്ല ഗ്രിപ്പുള്ള വുഡൻ ലുക്കിലുള്ള ടൈലാണ്, ഗ്രിപ്പുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. 2x2 സൈസുള്ള ടൈലാണ്.
അതുപോലെ തന്നെ ഇവിടെ ചുമരിലൊക്കെ ഏകദേശം ലിൻഡിൽ ലെവൽ ഫുള്ളായിട്ട് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ചുറ്റുഭാഗം നല്ല രീതിയിലുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. മുകൾ ഭാഗം എൽ ഷേപ്പിലുള്ള റാക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചുമരിൽ നല്ല ക്രോക്കർ ഷെൽഫ് അലമാരയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറേജ് ഉണ്ട് ഇവിടെ. ആലുവ പുകയില്ലാത്തൊരു അടുപ്പ് സെറ്റ് ചെയ്തിന്. അതുപോലെ തന്നെ കിച്ചൺ സിങ്ക് ഉണ്ട്. ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട്. ഇനി അടുക്കള ഭാഗത്ത് ഇവിടെയൊക്കെ ഫുള്ള് ഇൻ്റർലോക്ക് പതിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഷീറ്റ് ഇട്ട് ഇറക്കിയിട്ട് ഒരു വർക്ക് ഏരിയ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം. ഇവിടെ ഒരു അലക്കുകല്ല് കൊടുത്തിട്ടുണ്ട്. പിന്നെ പിൻഭാഗത്ത് ഇവിടെയൊക്കെ വീടുകളുണ്ട്. നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ സൈഡിൽ ബാക്കിലൊക്കെ വീടുകളുണ്ട്. എല്ലാവർക്കും ഫിനിഷിങ് ആയതാണ്. ഇനി വീടിൻ്റെ മുകൾ ഭാഗത്ത് ഇപ്പോൾ നമ്മൾക്ക് ഈ പോർച്ചിൻ്റെ ഭാഗം റൂഫിങ് മെയിൻ സ്ലാബ് ലേശം താഴ്ത്തിയിട്ടാണ് വാർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ബാൽക്കണി പോലെ അങ്ങനെ സെറ്റ് ചെയ്യാവുന്നുണ്ട്. മുകൾ ഭാഗം ഇവിടെയൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഒരുപാട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളിയായിട്ട് തന്നെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല പുതിയ വീടാണ്. 5 സെന്റ് സ്ഥലം, അതിൽ 1100 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 2 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള താമസിക്കാത്ത നല്ലൊരു പുതിയ വീട്, നല്ല ഫ്രഷ് വീട്. വെള്ളത്തിനായിട്ട് കുഴൽ കിണറുള്ളത്, മുറ്റക്ക് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ വീടിന്റെ വളരെ വ്യക്തമായിട്ട് നമ്മൾ വീഡിയോയിൽ കൂടെ എല്ലാ ഭാഗങ്ങളും കാണിച്ചു തന്നിട്ടുണ്ട്. തൊട്ട് മുന്നിലായിട്ട് വേറൊരു വീടുണ്ട്. ആ വീടും വിൽപ്പനയ്ക്കുള്ളതാണ്. എല്ലാം നമ്മൾ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ പൊരുന്നുംപറമ്പ് എന്ന് പറയുന്ന സ്ഥലം, അതായത് പടപ്പറമ്പെന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ്. അതുപോലെ തന്നെ നമ്മൾ മക്കരപ്പറമ്പ് ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ മക്കരപ്പറമ്പെന്നും ഏകദേശം 1.5-2 കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ടാണ് മക്കരപ്പറമ്പെന്നും ഈ പൊരുന്നുംപറമ്പൊക്കെയുള്ള ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ തന്നെ ചുള്ളിക്കോട് ഭാഗത്ത് നിന്ന് വരാം. അവിടെ നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉള്ളൂ. പൊരുന്നുംപറമ്പ് എന്ന് പറയുന്ന ഒരു അങ്ങാടിയാണിത്, പൊരുന്നുംപറമ്പ്. അപ്പോൾ പൊരുന്നുംപറമ്പ് റോട്ടിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ 150 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. നല്ലൊരു ഏരിയ കേട്ടോ. നല്ല ജനവാസമൊക്കെ ഉള്ള നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള നല്ലൊരു ഏരിയ, നിരപ്പായിട്ടുള്ള പ്രദേശം. പുതിയ താമസിക്കാത്ത വീടും. ഉദ്ദേശിക്കുന്ന വില 38 ലക്ഷം രൂപയാണ്. 38 lakh rupees. ഇനി കച്ചവടം എന്നുള്ള രീതിയിൽ നമുക്ക് ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ നീക്കുപോക്കുകൾ ഉണ്ടാവും. വില നെഗോഷ്യബിൾ ആണ്. മാറ്റക്കച്ചവടത്തിന് പാർട്ടി തയ്യാറാണ്. ഇപ്പം 2 വീട് അല്ലെങ്കിൽ ഒരു വീടൊക്കെ ആയിട്ട് മാറ്റക്കച്ചവടം നല്ല ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഏതൊരു നല്ല പ്രോപ്പർട്ടിക്കായിട്ടും മാറ്റക്കച്ചവടത്തിനും ഇവർ തയ്യാറാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ വിലയിൽ ചെറിയതാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ഇപ്പോൾ പൈസ കച്ചവടമാണെങ്കിൽ ക്യാഷിന്റെ ഡീലിംഗ് ആണെന്നുണ്ടെങ്കിൽ 38 ലക്ഷം രൂപയാണ് അവർ ഉദ്ദേശിക്കുന്ന വില. ഇനി കച്ചവടമല്ല എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എൻ്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും പ്രോപ്പർട്ടികൾ വിൽക്കുവാനും വാങ്ങുവാനും ഉണ്ടെങ്കിലും എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.